ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും ഒരു പ്രശ്നമായി മാറിയ കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള സമീപനം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനാ വ്യവസ്ഥകൾ ഉദ്ധരിച്ച് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച കാര്യം, ആ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ ഒരു കാര്യവുമില്ലാത്തൊരു സംഗതി എന്നല്ല സുപ്രീം കോടതി കണ്ടത്, ഗൗരവമായൊരു കാര്യമായി കണ്ടു. അങ്ങനെ സുപ്രീം കോടതി ന്യായമായൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമാണല്ലോ, ഈ കേസ് ഞങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതല്ലേ നല്ലത്? അതിന് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സന്നദ്ധമായി കൂടെ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നാം ഇതിനു മുൻപ് നടത്തിയ എല്ലാ ശ്രമങ്ങളും അറിയുന്നതല്ല. നമ്മൾ ആദ്യമേ കേസിന് പോയതല്ല. ഈ പ്രശ്നം കേന്ദ്ര ധനമന്ത്രിയുടെ അടുത്ത് നമ്മുടെ ധനമന്ത്രി പലവട്ടം നേരിട്ട് സംസാരിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം നമ്മൾ പെടുത്തിയിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലും ധനമന്ത്രിയുടെ ശ്രദ്ധയിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും എല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു മാറ്റവും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലുണ്ടായില്ല. ആ ഘട്ടത്തിലാണ് നാം ഇത്തരം കാര്യങ്ങളിൽ അവസാന വാക്ക് പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശം വെച്ചപ്പോൾ ഒരു തർക്കത്തിനും നമ്മൾ നിന്നില്ല. കാരണം ന്യായമായൊരു കാര്യമാണത്. ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം. സംസ്ഥാനം ആ നിർദ്ദേശം അപ്പടി സ്വീകരിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായവർക്ക് അപ്പം തന്നെ അത് സ്വീകരിക്കാൻ പറ്റിയില്ല. അവരോട് ഞങ്ങൾ ആലോചിച്ച് ഉച്ചയ്ക്ക് ശേഷം പറയാം. ആവട്ടെ, ആലോചിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവർ മറുപടി പറഞ്ഞു കോടതിയിൽ, ഞങ്ങൾ സന്നദ്ധമാണ് എന്ന്. അങ്ങനെ സംസാരിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറാകുന്ന നിലയായി. അതിൻ്റെ തുടർച്ചയായി സംസാരം നടന്നു. കോടതിയുടെ മുമ്പിൽ തന്നെ കേരളം പറഞ്ഞു, നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് അതിന് മറുപടി പറയേണ്ട ദിവസമാണ് നാളെ. ഈ ചർച്ചയിൽ ഞങ്ങളുടെ ധനമന്ത്രി അടക്കം പങ്കെടുക്കാൻ തയ്യാറാണ്. ധനമന്ത്രി നാളെയാണ് മറുപടി പറയേണ്ടത്. എന്നാലും ഈ ചർച്ചയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പറയുന്ന ഏത് ദിവസവും ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെ നമ്മൾ അവിടെ നിലപാടെടുത്തു. ആ ചർച്ച നടത്തുന്നതിനായി ധനമന്ത്രി ഡൽഹിയിലേക്ക് പോയി. അവിടെ കേന്ദ്ര ധനമന്ത്രിയോ അവരുടെ കൂടെ സഹായികളായിട്ടുള്ള മറ്റു മന്ത്രിമാരോ
ആരും പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് വിട്ടത്. അതിൽ വേറെ തെറ്റില്ല. പക്ഷേ സമീപനം എന്ത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് സ്വീകരിക്കുന്ന ജനാധിപത്യപരമായ സമീപനത്തിൻ്റെ നിഷേധമാണ് അതിൽ കാണാൻ കഴിയുക.